എല്ലാവർക്കും ഉത്രാടപ്പാച്ചിലിൻ്റെ ഓണദിനാശംസകൾ. വീട്ടമ്മമാരെല്ലാം വീട്ടിൽ സന്തോഷത്തോടുകൂടി നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ, കായ്കറികൾ അറിയുക, വറ്റലുണ്ടാക്കുക, ഉപ്പേരി ഉണ്ടാക്കുക, മാങ്ങ, നാരങ്ങ, നെല്ലിക്ക, അച്ചാറുകളൊക്കെ ഉണ്ടാക്കുക, പുളിയിഞ്ചി ഉണ്ടാക്കുക. അമ്മമാർ ആഘോഷ തിമിർപ്പിലാണ്. വളരെ സന്തോഷം. എല്ലാ അമ്മമാർക്കും ഓണദിന ആശംസകൾ. അച്ഛന്മാർക്കും കുറച്ച് സഹായിച്ചു കൊടുക്കുക, അടുക്കളയിലൊക്കെ കയറി കുട്ടികൾക്കെല്ലാം സഹായിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ഓണം ആഘോഷമാക്കാം. ഈ ഓണാഘോഷവേളയിൽ ഈ ചാനലിൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് ആവശ്യമായ തുകയൊക്കെ അയച്ചു തരിക. ഞങ്ങളുടെ ചാനലിന് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക. ജോയിൻ ബട്ടൺ അമർത്തിയാൽ 3 തരം മെമ്പർഷിപ്പിൻ്റെ വിവരങ്ങൾ കിട്ടും. നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക. നമുക്ക് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, അദ്ദേഹം ഒരു ജെൻറ്റിൽമാനാണ്, ഒരു സംഘപ്രവർത്തകനാണ്. അദ്ദേഹം വളരെ സൗമ്യമായി സംസാരിക്കുന്ന വ്യക്തിയാണ്. ഒരു ബഹളമുള്ള ആളല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഗവർണറുടെ രാജ്ഭവനിൽ ഒരു പരിപാടിക്ക് എന്നെക്കുറിച്ച് ക്ഷണിച്ചിട്ട് ഞാനും ഒരു സെമിനാറിൽ പോയിരുന്നു. എത്ര സിമ്പിളായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുപോലെ കേരള ഗവൺമെൻറ്റിനെ, സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തതിനെ നമുക്ക് അധിക്ഷേപിക്കാനാവില്ല. ആരായാലും ആളിൻ്റെ സൗന്ദര്യമോ ഗുണമോ ഭാഷയോ വേഷമോ മറ്റൊന്നും കണക്കാക്കിയിട്ടില്ല. ഒരു ഗവൺമെൻറ്റിനെ ജനങ്ങൾ തിരഞ്ഞെടുത്താണ്. 2 കൂട്ടരോടും പറയാനുള്ളത്, നിങ്ങൾ ദയവായി യൂണിവേഴ്സിറ്റികളെ തകർക്കരുത്. നിങ്ങൾ പരസ്പരം മല്ലടിച്ച് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഈഗോസും കൂടി ഇതിനകത്ത് വരുന്നുണ്ടോ പല കാര്യങ്ങളൊന്ന് നോക്കുകയും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരികയും ചെയ്ത് ഇത് വളരെ വലിയ ഗുരുതര പ്രതിസന്ധിയിലാക്കി വരും. ഇപ്പോൾ വീണ്ടും സംസ്ഥാന സർക്കാരിന് ഭരണത്തിൽ ഇടപെടാൻ നൽകുന്ന സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ബില്ല്, സ്വകാര്യ സർവകലാശാല ബില്ലും രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന് എന്ന് വരും, എപ്പോൾ വരും, അതിൻ്റെ പിന്നെ കുറിപ്പ്, പരിപാടികൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞു, അങ്ങനെ രാഷ്ട്രപതി ഭവനിലും ഗവർണർക്ക് കൊടുക്കുന്ന ബില്ലിൻ്റെ സമയപരിധിയൊന്നും നിശ്ചയിക്കേണ്ട കാര്യമില്ല, അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു. എന്തായാലും സുപ്രീം കോടതിയിലേക്കും കാര്യങ്ങൾ പോകുന്നു, രാഷ്ട്രപതിയിലേക്കും പോകുന്നു. രാഷ്ട്രപതിയും ഗവർണർമാർ രാഷ്ട്രപതിയിൽ എടുക്കുന്ന സമയപരിധിക്കെതിരെ രാഷ്ട്രപതി സുപ്രീം കോടതി റെഫറൻസ് ചോദിച്ചിരിക്കുകയാണ്. ഗവർണർ 2 ബില്ലും രാഷ്ട്രപതിക്ക് അയച്ചത്. കോടതിയുടെ പനികളിരിക്കുന്ന വിഷയമായതിനാൽ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത് രാജ്ഭവൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുമില്ല. രാഷ്ട്രപതിയുടെ റെഫറൻസിൽ സുപ്രീം കോടതി വിധി വാദം കേൾക്കുകയാണ്. എന്തായാലും റെഫറൻസ് നടക്കുന്ന വിധത്തിൽ സുപ്രീം കോടതി വിധി ലംഘിച്ച് ബില്ലുകൾ തീരുമാനമെടുക്കാതെ ഗവർണർമാർ പക്കലിരിക്കുന്നത് റെഫറൻസിനെ ബാധിക്കാമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തൽ. ഇത് കണക്കിലെടുത്താണ് 3 മാസത്തെ സമയപരിധിയാകും മുമ്പ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാനുള്ള നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും സർവകലാശാലകളുടെ സ്വയംഭരണത്തെ പാടെ തകർക്കുന്നതാണ് ബില്ലിലെ വ്യവസ്ഥകൾ. സർക്കാരിന് ഇടപെടാം. സ്വയംഭരണാവകാശമുള്ള സർവകലാശാലകൾ പോലും ഒരു ഗോപിനാഥിന് വേണ്ടി, നമ്മൾക്കറിയാം 65 വയസ്സ് കഴിഞ്ഞ പ്രൊഫസർ ഗോപിനാഥനെ VC ആക്കുന്നതിന് വേണ്ടി അവിഹിതമായ നിയമം ഉണ്ടാക്കിയെടുത്തതാണ് കണ്ണൂർ സർവകലാശാല തുടക്കം. നമ്മൾ ആരിഫ് ഖാനും ഗവൺമെൻറ്റുമായിട്ടുള്ള പിണറായി വിജയൻ സർക്കാരുമായിട്ടുള്ള തർക്കം തുടങ്ങിയത് കണ്ണൂരിലൊരു ഗോപിനാഥിന് വേണ്ടിയിട്ടായിരുന്നു. ആ ഗോപിനാഥിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ, എന്തുകൊണ്ടങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിനകത്തുള്ള പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ അന്നത്തെ പ്രൈവറ്റ് സെക്രട്ടറിയും ഇന്നത്തെ കണ്ണൂർ ജില്ലാ CPM സെക്രട്ടറിയുമായ KK രാഗേഷ്, പഴയ MP KK രാഗേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിന് ഒരു വ്യത്യസ്തമായ അല്ലെങ്കിൽ നിയമം വിട്ട് പ്രൊഫസറാക്കാനുള്ള ശ്രമം നടന്നു. അതിന് ഗോപിനാഥ് അവിടെ ഇരിക്കണം എന്ന് തോന്നി അദ്ദേഹത്തിന് ഇരുത്താൻ ശ്രമിച്ചതിൽ നിന്ന് തുടങ്ങിയതാണ് ഈ സർവകലാശാല അടികളൊക്കെ. ഇപ്പോഴിതാ ഇത് വലിയ അടിയിലേക്ക് പോയിരിക്കുകയാണ്. UGC നിർദ്ദേശത്തിന് വിരുദ്ധമാണ് ഈ സർക്കാരിൻ്റെ ഇപ്പോൾ ഇടപെടാനുള്ള അവകാശത്തിന് മറ്റുള്ള ബില്ലുകളെന്നാണ് ഗവർണറുടെ വിലയിരുത്തൽ. UGC വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ ബില്ലുകൾ വന്നാൽ UGC മാർഗനിർദ്ദേശങ്ങളായിരിക്കും നിലനിൽക്കുക എന്ന് സുപ്രീം കോടതി വിധിയുമുണ്ട്. അപ്പോൾ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്ന ബില്ലിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളോടാണ് രാജ്ഭവന് എതിർപ്പ്. അപ്പോൾ വളരെ വലിയ എതിർപ്പാണ് രാജ്ഭവൻ പറയുന്നത്, രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്നു. രാജ്ഭവനോടും ഗവർണറോടും എല്ലാ ആദരവും നിലനിർത്തിയും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള എല്ലാ ആദരവും നിലനിർത്തി പറയട്ടെ. ഗവർണറോടുള്ള മുഖ്യമന്ത്രിയോടുള്ള അഭ്യർത്ഥന, 1 ലക്ഷത്തോളം സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. പ്രൊഫസർമാരുടെ ജോലിയാണ് പോകുന്നത്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അവരെ കേരളത്തിൽ പിടിച്ചു നിർത്തണമെങ്കിൽ സർവകലാശാലകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പുലർത്തിയേ കഴിയൂ. എല്ലാവരും സമവായത്തിലേക്ക് വരിക. നമുക്കൊരു പുതിയ വിദ്യാഭ്യാസ നയവും വിദ്യാഭ്യാസ സംസ്കാരവും രൂപപ്പെടട്ടെ.